മാർഷൽ ആർട്സുകൾ ഇഷ്ടം പോലെ സ്കൂൾ തലങ്ങളിൽ ഗവൺമെൻറ് തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിപ്പിക്കാനുള്ള ഇഷ്ടംപോലെ കോച്ച് അതിന് തയ്യാറായി. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ അതിന് പോകും. പിന്നെ ഇതൊന്നും വേണ്ട, ട്രഡീഷണലായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് ശരീരത്തിന് ആരോഗ്യവും മാനസികമായിട്ടുള്ള കരുത്തുമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവർ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. ട്രഡീഷണലായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ അങ്ങനെ കിട്ടി പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനം കുറേയൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ കഴിവും കൂടെ അതിൽ ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഞങ്ങളിത് പഠിപ്പിച്ചത്. രണ്ടും എന്നാണ് എൻ്റെ അറിവ്. രണ്ടും രണ്ടാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ട്രഡീഷണലായിട്ട് വരുന്നത് പഠിച്ച ഒരാൾക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. കാരണം മത്സരങ്ങളിലെ കോമ്പറ്റീഷനിലെ പോയിന്റുകളാണ്. ആ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം പഠിച്ചതിന് ശേഷം മാത്രമേ ആ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കോച്ചിൻ്റെ അടുത്ത് പോകണം. അവിടെയാണ് ഞങ്ങളുടെ അടുത്തുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിനോട് ബന്ധപ്പെട്ട. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ട്രഡീഷണലായിട്ട് പഠിക്കാൻ വരുന്ന ഒരാൾ പറയുകയാണ് എനിക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ആ സെക്ഷനിലേക്ക് മാറ്റി അവരെ ആ സെക്ഷനിലോട്ട് വിടും. അത് പല വിധത്തിലുണ്ട്. ഫോംസ് ചെയ്യേണ്ടതുണ്ട്, ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ വേറെ വേറെ തന്നെ. ക്ലിയർ ആണോ? ഞാനേ ഇത് കുറെ കാലമായി ഇങ്ങനെ വിചാരിക്കുന്നു. പല ആൾക്കാരും ചോദിക്കുന്നു, അല്ല നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കണം എന്നൊരു മൈൻഡ് ഉണ്ട്. നല്ല കാര്യമാണ്. ചോദിച്ച് മനസ്സിലാക്കണം. ശരി എന്നത് തോന്നുന്നത് മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവരും പൂർണ്ണതെത്തിയ ആളുകളായി പോകുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ നടക്കട്ടെ എന്നാലും കേട്ടോ. ഓക്കെ.